2 ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു വനം. പക്ഷേ ഈ കാട്ടിൽ ഒരൊറ്റ മരം മാത്രമേയുള്ളൂ. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? സംഗതി സത്യമാണ്. ഒരൊറ്റ കശുമാവാണ് 2 ഏക്കർ സ്ഥലത്ത് പടർന്നു പന്തലിച്ച് ഒരു ചെറുവനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. 70 സാധാരണ കശുമാവിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഈ ഒരൊറ്റ കശുമാവിന്. ഓരോ വർഷവും 60,000 മുതൽ 80,000 വരെ കശുവണ്ടി ഈ മരത്തിലുണ്ടാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോ നോർട്ടയിലെ പിരങ്കി ഡോ നോർട്ടയിലാണ് ഈ ഒരൊറ്റ മരം കൊണ്ട് തീർത്ത വനഭൂമിയുള്ളത്. ഗിന്നസ് ബുക്കിൽ പോലും കയറിപ്പറ്റിയ ഈ ഭീമൻ കശുമാവിൻ്റെ പേര് അറിയേണ്ടേ? പിരങ്കി കശുമാവ് എന്നാണ് ഇവൻ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ഏകദേശം 500 മീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ഈ മരത്തിന് 8400 ചതുരശ്ര മീറ്റർ വിസ്തീർണവും ഉണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കശുമാവായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. 1994 നമ്മുടെ പിരങ്കി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കശുമാവായാണ് ഇവനെ ഗിന്നസ് ബുക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ കശുമാവ് എങ്ങനെയാണ് ഇത്ര വലുതായത് എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്നുണ്ടോ? ഇതിൻ്റെ ശാഖകൾ വളർന്ന് പടർന്ന് പലതും നിലത്ത് മുട്ടിത്തുടങ്ങി. അതിന് വേരുകളും ഇറങ്ങിയതോടെ ആ ശാഖ ഒരു സ്വതന്ത്ര മരത്തിൻ്റെ ഭാവം കൈവരിച്ചു. അപ്പോഴും തായ്തടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടില്ല. അങ്ങനെയാണ് അത് കൂടുതൽ പടർന്നു പന്തലിച്ചത്. ഒരുപാട് മരങ്ങളടങ്ങിയ ഒരു വലിയ മരം എന്ന് വേണമെങ്കിൽ പറയാം. 1888 ലൂയിസ് ഇനാസിയോ ഡി ഒലിവേര എന്ന മത്സ്യത്തൊഴിലാളിയാണ് ഈ കശുമാവ് നട്ടുപിടിപ്പിച്ചത് എന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. തൻ്റെ 93-ാം വയസ്സിൽ ഇതേ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നാണത്രേ ലൂയിസ് അന്ത്യശ്വാസം വലിച്ചതും. എന്നാൽ വളർച്ച കണക്കിലെടുക്കുമ്പോൾ കശുമാവിന് അതിനേക്കാൾ പഴക്കമുണ്ട് എന്നാണ് പലരും പറയുന്നത്.